ആൽഫ കമ്പനി കമാൻഡർ അതായത് കുൽദീപ് സിംഗ് ചാന്ദ്പുരി പറഞ്ഞു, ഇവരുടെ ഒരു സെക്കൻഡ് ലെഫ്റ്റനന്റ് ഉണ്ടായിരുന്നു, അവരുടെ പേര് ധരംവീർ എന്നാണ്. ഈ ധരംവീറിന്റെ 20 പേരടങ്ങിയ ഒരു പെട്രോളിനെ ഇന്റർനാഷണൽ ബോർഡറിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ഇന്റർനാഷണൽ ബോർഡർ ആണല്ലോ, ഇന്റർനാഷണൽ ബോർഡറിലേക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് ഒബ്സർവ് ചെയ്യുക. ഈ ധരംവീറിന്റെ പെട്രോൾ അവിടെ ചെന്നതും ഇവർ കാണുന്നത് ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ പുകയോ കാറ്റോ മണ്ണോ ആകെ കൂടെ ആകാശം കലങ്ങി മറിയുന്ന ഭയങ്കര ശബ്ദം. ഇത് കേട്ട ഉടനെ ധരംവീർ കമ്പനി കമാൻഡർ വിവരിച്ചു, കുൽദീപ് സിംഗ് ചാന്ദ്പുരി വിവരിച്ചു, സർ എനിക്ക് ഇവിടെ നിന്ന് കാണാം, ടാങ്കുകളും കാണുന്നുണ്ട്, അവർ നമ്മുടെ ലൊക്കേഷനിലേക്കാണ് വരുന്നത് പറഞ്ഞു. കുൽദീപ് സിംഗ് ചാന്ദ്പുരി ഇവരോടനെ തന്നെ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിലേക്ക് അറിയിച്ചു. ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് കമാൻഡിങ് ഓഫീസർക്ക് മനസ്സിലായി ഈ ഒരു കമ്പനി, ആ കമ്പനി എന്ത് ചെയ്യും? വെറും 120 പട്ടാളക്കാർ, ടാങ്ക് വന്നാൽ ഒരു ടാങ്കിനെ പോലും പിടിച്ചു നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഈ കമ്പനിക്ക് ഇല്ല. കാരണം ടാങ്കിന് ഏത് പൊസിഷനിൽ നിന്നും ഫയർ ചെയ്യാം, അവരുടെ റേഞ്ച് കൂടുതലാണ്. ടാങ്കിന് മൂവ് ചെയ്യാം, ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എൻഗേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഈ ടാങ്കുകൾക്ക് ആക്രമിക്കാൻ പറ്റും. ഇവരുടെ അടുത്തുണ്ടായിരുന്നത് ഈ 57mm RCL-ആണ്. ഈ 57mm RCL-നെ ഇവർ ഗ്രൗണ്ടിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഈ RCL-ന് ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ചാന്ദ്പുരി വിചാരിച്ചു ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കിടന്നിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ബറ്റാലിയൻ കമാൻഡർ പറഞ്ഞു, നോക്ക് ഇത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്നുമില്ല നിനക്ക് പെട്രോൾ ചെയ്തിട്ട് ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിലേക്ക് വരാം. പക്ഷേ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇവരെ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെഹിക്കിൾസ് ഒന്നുമില്ല, നടന്നു വേണം പോകാനായിട്ട്. ഏകദേശം 18 കിലോമീറ്റർ ഡെസേർട്ടിൽ മാക്സിമം സ്പീഡിൽ നമ്മൾ പോകേണ്ടതുണ്ടെങ്കിൽ 2 കിലോമീറ്ററൊക്കെ 1 മണിക്കൂറിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. 8-9 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. ചാന്ദ്പുരി തീരുമാനിച്ചു, എന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഫൈറ്റിംഗ്, ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട്. അദ്ദേഹം കമ്പനി ഫോൺ ചെയ്തു, കമ്പനിക്കാരിലത്തെ ജവാന്മാരോട് പറഞ്ഞു, നോക്കൂ ഞാൻ എന്തായാലും ഇവിടുന്ന് പിന്മാറില്ല, നമ്മുടെ കമ്പനിയും പിന്മാറില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുന്ന് പോകണോ നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. ഒരൊറ്റ പട്ടാളക്കാരൻ പോലും പറഞ്ഞില്ല ഇവിടെ പോകണമെന്ന്. അവരോട് സർ വിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്, നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് ടാങ്കുകളില്ല,